അവിടെ തേങ്ങ എത്ര 400. പേര് 40. പേര് 40 മുതലാളി. അല്ല ഭാഗവതരാ വരും. പിന്നെ എന്തുണ്ട് വിശേഷങ്ങള്? എന്റെ മോള് മദ്രാസിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ പാട്ടും കഴിഞ്ഞോളങ്ങ് പോന്നാ? ഇനിയും റെക്കോർഡിങ്ങുള്ളപ്പോ പോണം. കമ്പിയോ കത്തോ വരും. അന്ന് കടം തന്ന രൂപ. ഇത് നിങ്ങളെ മോള് പാടിക്കിട്ടിയ കായല്ലേ? ഭാഗവതർക്ക് ഞമ്മള് കായ് കടായിട്ടല്ല തന്നത്. അത് നിങ്ങൾ വെച്ചോളി. നിങ്ങൾ ഞമ്മളെ ഭേദനല്ലേ ഭാഗവതരെ? ഏത് നിങ്ങൾ പോ. ഞമ്മളെ മോളെ നിക്കാഹ് കാര്യം സംസാരിക്കാൻ ആശയരെ കാണാൻ പോവാ. പോട്ടെ. വാ. മോളെ, നീ എന്താ ഈയിടെയായിട്ട് കൂടുതൽ സമയം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? തുടർന്ന് പാടാനുള്ള അറിയിപ്പൊന്നും മദ്രാസിന്ന് വരാത്തതുകൊണ്ടാണോ? നീ വന്നിട്ട് 2 മാസം തികഞ്ഞല്ലോ. പുതിയ പാട്ടൊന്നും ആയി കാണില്ല. ആയെങ്കിൽ രഘുനാഥൻ മാസ്റ്റർ അറിയിക്കും. നല്ല മനുഷ്യനാ. എന്താ മോളെ, എന്തിനാ നീ സങ്കടപ്പെടുന്നത്? എന്തായാലും മോക്ക് അച്ഛനോട് പറയാം. എനിക്ക് അച്ഛനോട് പറയാൻ വയ്യ. ഞാനൊരു കടലാസിൽ എഴുതി തലയിൽ കീഴ് വെച്ചിട്ടുണ്ട്. എടാ കള്ള ബ്രഹ്മചാരി, എടി എന്തിനാടി അവന്റെ കൊച്ചിനും വയറ്റിലിട്ടോണ്ട് ഇങ്ങോട്ട് വന്ന്? നീയോ നശിച്ചു. നിനക്ക് ആ ദ്രോഹിയുടെ വീട്ടിൽ കെട്ടിത്തൂങ്ങി ചാകരുതായിരുന്നു. എനിക്ക് മാനക്കേടുണ്ടാക്കാൻ ഗർഭം ചുമന്നുകൊണ്ട് നീ എന്തിനിങ്ങോട്ട് വന്നു? ഈ മാനക്കേടൻ സഹിച്ചുകൊണ്ട് എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. അമ്മാവനെന്താ രാത്രിയായിട്ടും ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്താ അമ്മാവ? ഒന്നുമില്ല. നിസാര കാര്യം കൊണ്ടൊന്നും അമ്മാവ സങ്കടപ്പെടില്ല. എന്നോട് പറയില്ലേ? അമ്പിളി ഗർഭിണിയാണ്. മോളെ, എന്റെ മോള് വിഷമിക്കരുത്. വരൂ മോളെ. അപ്പുകുട്ടൻ എനിക്ക് നേർബുദ്ധി ഉപദേശിച്ചു തന്നു. എന്റെ എല്ലാ ദേഷ്യവും പോയി. നീ ഭർത്താവില്ലാതെ പ്രസവിച്ചുവെന്ന് ആളുകൾ പറയുമായിരിക്കും. ഞാനത് ലക്ഷിക്കില്ല. നിന്റെ കുഞ്ഞിന് അച്ഛനില്ലെങ്കിലും ഒരപ്പൂപ്പനുണ്ടായിരിക്കും. ഇനി ഞാൻ ഉടനെ മദ്രാസിന് പോകും. അമ്പിളിയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ മാസ്റ്ററോട് പറയും. അദ്ദേഹം എന്നെ കല്യാണം കഴിക്കില്ല. എങ്കിൽ അയാൾ ജീവിച്ചിരിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത് ചേട്ടാ. അദ്ദേഹം എന്നെ വിവാഹം കഴിക്കണമെന്ന് ഇപ്പോഴെനിക്ക് ആശയില്ല. കാരണം അദ്ദേഹം എന്നും ഒരു വലിയ സംഗീത സംവിധായകനായിരിക്കണം. അതിന് അമ്പിളി ഒരു തടസ്സമായിക്കൂടാ.
വിളിച്ചോണ്ട് പോകാനാണ് ഞാൻ വന്നത്. എന്തിന്? ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ, അമ്പിളിയെ എന്റെ ഭാര്യയായി സ്വീകരിക്കാൻ. ഒരു ദുർബല നിമിഷത്തിൽ ആർക്കും പറ്റുന്ന തെറ്റ് അങ്ങയ്ക്ക് സംഭവിച്ചു. അതിന് ഇത്രയും വലിയ പ്രായശ്ചിത്തം വേണ്ട. അങ്ങ് സംഗീതത്തെ ഉപാസിച്ച് തന്നെ ജീവിക്കുക. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്പിളി, നീ പോന്നിട്ട് എനിക്കൊരു മനസമാധാനം കിട്ടിയില്ല. ചെയ്ത തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്പിളി വരണം. അങ്ങയോടുള്ള ബഹുമാനത്തിന് ഒട്ടും കുറവില്ലാതെ ഞാൻ പറയുകയാണ്. ഞാൻ വരില്ല. നിസ്സഹായ ഒരു സ്ത്രീയുടെ ദുഃഖം മുഴുവൻ ഞാൻ അനുഭവിച്ചു. ഇറക്കി വിട്ടിടത്തേക്ക് തലകുനിച്ച് ഞാൻ കയറി വരില്ല. പാവപ്പെട്ടവളാണെങ്കിലും എനിക്കുമുണ്ട് അഭിമാനം. അങ്ങയ്ക്ക് പോകാം. വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് ശ്രുതിയിട്ട് പാടണം. ഈ മാസത്തെ ശമ്പളം കിട്ടിയാ കൊള്ളാം. ഒരു മാസത്തെ ശമ്പളം മുൻകൂർ പറ്റുണ്ടല്ലോ. വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രൂപ ഞാൻ തരാം. ഇനിയും ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചേക്കരുത്. നാട്ടിലുള്ള എല്ലാ പെമ്പിള്ളേരും നിന്നെ പ്രേമിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഭാഗവതരെ, മോള് പെറ്റോ? ഭാഗവതരെ കളിയാക്കാതാ. അമ്പിളി പെറ്റാലെന്താ? അവൾ സിനിമയിൽ പാടിയില്ലേ? പിന്നെ അവള് മദ്രാസിൽ നടന്നേ പാട്ട് കുറെ പാടിയതാ. എന്നാലും എന്റെ ഭാഗവരെ, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോ മദ്രാസിൽ കൊണ്ട് വിതരണം ചെയ്യണ്ടായിരുന്നു. ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയിട്ട്. വലിയൊരു സ്നേഹം. ആ പാവം ഭാഗവരെ കളിയാക്കുന്നതിനാ? അതിന് നിനക്കെന്താണ് ഒറ്റയ്ക്കയ്യ? അതറിയില്ലേ? ഇവനല്ലേ ഇപ്പൊ അവളുടെ ആനക്കാരൻ. കൂടുതൽ സ്ഥലത്ത് ട്യൂഷൻ ഉള്ളോണ്ടായിരിക്കും അച്ഛൻ ഈയിടെയായി വല്ലാത്ത ക്ഷീണം. 1-2 സ്ഥലത്ത് ഞാനും ട്യൂഷന് പോയാലോ? വേണ്ട മോളെ, ആളുകൾ നിനക്ക് മനപ്രയാസം വരുന്ന വിധം സംസാരിക്കും. തന്നെയല്ല, പ്രസവം അടുത്ത് വരികയല്ലേ. അമ്പിളി, അമ്പിളി, അമ്മാവ, അമ്മാവനില്ലേ ഇവിടെ? അമ്പിളി, അമ്പിളി, നമുക്ക് ഉടനെ ആശുപത്രി പോവാം. 500 രൂപയുടെ ഒരു അത്യാവശ്യം. മോൾ ആശുപത്രിയിലാണ്. എന്താ സോക്കേട്? സുഖക്കേടൊന്നുമില്ല. പിന്നെ പറയേ. അവള് പ്രസവിച്ചു. നിക്കാൻ കഴിക്കാതെ പെണ്ണ് തെറ്റാ? ആ, നന്നായി. നിന്റെ മോൾ നബീസാനെ കണ്ട് പഠിക്കാൻ പറയാ അച്ഛനോടൊക്കെ. പിന്നെ പേച്ചു പറ്റ പെണ്ണ് ചെലവാക്കാൻ കാക്കായി നമ്മൾ വരില്ല. ഞമ്മക്ക് ഹറാമാണെന്ന് ഭാഗവർ പോയി നിക്കണ്ട. അന്ന് പറഞ്ഞ കാര്യം എന്തായി? ഞാനോട് ചോദിച്ചു, അവളതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. എടാ ഹംസേ, നീയേ നല്ല 3-4 കുപ്പി അത്തറും സുറുമയും വളകളും നിന്റെ മൂക്കോട്ടേക്ക് കൊടുക്കണം. അടുത്ത വെള്ളിയാഴ്ചയാണ് ഓളെ കെട്ട്. ഞാൻ അത്ര കച്ചവടം നിർത്തി മുതലാളി. ഇനിയും അതിന്റെ ആവശ്യമില്ല. അതെന്താടാ? കാര്യമുണ്ട്. മുതലാളി ഇരിക്കി. നബീസ,
എന്റെ ബാപ്പാന്റെ ചായ കൊണ്ട് കൊടുക്ക്, കൂടെ ചെങ്കിടിക്കും. നബീസിയ അവൾ ഇവിടെ നിന്ന് വന്ന് നബീസായെ ഞമ്മള് കെട്ടാൻ പോവാ. ഓള് പറഞ്ഞിട്ടാ മോലാളിയുടെ വീട്ടിൽ നിന്നാ മോലാളി ആജിയുടെ മോനെ കൊണ്ട് കെട്ടിക്കൊന്ന് പേടിച്ച് രാവിലെ അവളിങ്ങ് പോന്നു. എന്നാ പപ്പ ചായ? എടാ ഹംസ, അനക്ക് ഇവിടെ കെട്ടണമെങ്കിൽ ഞമ്മോട് ചോദിക്കാൻ വേണ്ടോ നമുക്ക്? രണ്ടുപേരും വീട്ടിലേക്ക് പോ. ആദ്യം വേറെ പെണ്ണു നോക്കട്ടെ. നബീസാന് ആഘോഷത്തോടെ അനക്ക് ഞമ്മൾ വെട്ടിച്ചേരും. ഓക്കേ, ബാക്ക് ബാക്കെങ്കിൽ ബാക്കി. ഭാഗവതരെ കുതിരി നമ്മൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗവത ക്ഷമിച്ചേക്ക്. രൂപ വേണ്ട മുതലാളി. നമ്മൾ ഭാഗവതര മോളെ പറ്റി പറഞ്ഞില്ല, മാപ്പ് പറഞ്ഞേക്കണം. ഈ രൂപ വാങ്ങിയില്ലെങ്കിൽ മൂസാക്ക് വിഷമ. മോളെ കുട്ടി ആണോ പെണ്ണോ? ആൺകുഞ്ഞ്. അമ്മയുടെ ചക്കര മോനല്ലേ? അയ്യോ, അച്ഛനെന്ത് പറ്റി? ഒന്നുമില്ല, സാരമില്ല. പരിഭ്രമിക്കാൻ ഒന്നുമില്ല. വീട്ടു സാധനങ്ങളും വാങ്ങി വരുന്ന വഴിക്ക് തലയുറ്റി ഒന്ന് വീണു. വരൂ. എനിക്കിപ്പൊരസൂയ. നീ കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്ത് പോയി കിടന്നു. ഞാനും കൂടി ഈ മുറിയിൽ താഴെ പാവിരിച്ച് കിടന്നോളാം അച്ഛ. വേണ്ട മോളെ, ഒന്നുറങ്ങി തെളിയുമ്പോ സുഖമാക്കാനുള്ള അസൂയ എനിക്കുള്ളൂ. അമ്പളി മുറി പോയി കിടന്നു. ഞാൻ പുറത്ത് വരാന്തേ കിടക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പൊന്നുമോന് കരയല്ലേ? അപ്പൂപ്പന് കാപ്പി കൊണ്ട് കൊടുത്തിട്ട് അമ്മോനെടുക്കാം. കരയല്ലേ? അച്ഛാ കാപ്പി. അച്ഛാ, 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 അച്ഛാ. അപ്പളേ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞമ്മക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാലോ. എല്ലാവരും വന്ന് എന്റെ ആങ്ങളുടെ ശവദാഹത്തിൽ പങ്കെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. ആങ്ങളെയാ? ഭാഗവതർക്ക് ഇങ്ങനെ ഒരു പെങ്ങളുള്ള കാര്യം ഞമ്മക്ക് അറിഞ്ഞൂടാലോ. കൊള്ളാം. ഭാസ്കരൻ ഭാഗവതർ അളിയന്റെ ഒരേ ഒരു പെങ്ങളല്ലേ എന്റെ ഭാര്യ പങ്കജാക്ഷി. ഞങ്ങളുടെ മക്കളാണ് ഇവർ രണ്ടുപേരും. എന്ന് വെച്ചാൽ ഭാസ്കരൻ ഭാഗവതർ അളിയന്റെ അനന്തരവർ. ഇവരിൽ മൂത്തവനാണ് ബലിയിടാൻ പോകുന്നത്. പോയി കുളിച്ചിട്ട് വാടാ മോനെ. നിങ്ങളെ ഇന്നുവരെ ഈ നാട്ടിലെങ്ങും കണ്ടിട്ട് പോലില്ലല്ലോ. അതിന് ഞാനും എന്റെ മക്കളും ഭർത്താവിന്റെ കൂടെ മുണ്ടകയത്ത് സ്ഥിരതാമസമല്ലേ? ഭാസ്കരൻ അളിയന്റെ അച്ഛന്റെ വകയിലൊരു ചേട്ടന്റെ മോളാണ് പങ്കജാക്ഷി. ഭാഗവതർ അളിയന്റെ ഒരേ ഒരു പെങ്ങള്. ഞങ്ങളിനി ഇവിടെ സ്ഥിര താമസാക്കാൻ പോവുകയാണ്. 11 ദിവസത്തെ ബലികർമാദികൾ നടത്തണം. ചെറിയ തോതിലെങ്കിലും ഒരു 16 അടിയന്തരം നടത്തി നിങ്ങൾക്കൊക്കെ ഒരു കാപ്പിയെങ്കിലും തരണ്ടേ? പിന്നെ മാസബലി, ആണ്ടുബലി, ദിവസവും അസ്ഥിത്തറയിൽ വിളക്ക് വെക്കണം. അളിയനോടുള്ള കടപ്പാട് വിചാരിച്ചാൽ ഇനി ഞങ്ങൾക്ക് മുണ്ടക്കയത്ത് താമസിക്കാൻ പറ്റുമോ? പറ്റൂല. നിങ്ങളെ പ്ലാന് ഇപ്പോഴാണ് നമുക്ക് പിടികിട്ടിയത്. ചുരുക്കത്തില് ഈ വീടും കൂടി ഇങ്ങോട്ട് സ്വന്താക്കണം അല്ലേ? ആക്കണ്ടല്ലോ, വേറെ അവകാശങ്ങളില്ല. അമ്പിളിയാണ് ഇതിന്റെ എല്ലാം അവകാശി. അത് എവിടുത്തെ കഴിയുവാ? വീട്ടുവേലയ്ക്ക് നിന്ന പെണ്ണ് അവകാശിയാവോ? അവയ്ക്ക് മുതൽ കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഭാഗവതരിയായിട്ട് എഴുതി കൊടുക്കുമായിരുന്നല്ലോ. എഴുതി കൊടുക്കൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ മുതൽ അമ്പിളിയല്ലാതെ മറ്റൊരു അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ എപ്പോ തന്നെ ഇറക്കി വിടും. എന്റെ അമ്മാവന്റെ മുതലിന് അവകാശം പറയുന്നത് ഇവളാണ്.
മദ്രാസിലൊക്കെ നടന്ന ആരാന്റെ കൊച്ചിനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഇവളുടെ നോട്ടമാണ് എന്റെ അമ്മാവൻ ഇത്ര നേരത്തെ മരിക്കാൻ കാരണം. നീ ഈ നിമിഷം ഇവിടെ നിറങ്ങണം. രണ്ടും കെട്ട് നടക്കുന്നവളായതുകൊണ്ടേ നിനക്കൊക്കെ അപ്പാരി പറയാൻ ചെറുപ്പക്കാര് കൂടും. ജിമ്മി, നിങ്ങൾ പറയുന്നത് മര്യാദയല്ല. മര്യാദ ഞങ്ങൾ നോക്കിക്കോളാം. എടാ മോനെ, നീ പുറക്കാലത്തേക്ക് കയറി ഇവളുടെ മുണ്ടോ തുണിയോ വല്ല കൊണ്ട് എടുത്തും മുറ്റത്തേക്ക് ഇറങ്ങി പോകാമല്ല. അമ്പിളിനെ ഇറക്കി വിടാൻ പറ്റൂല. എന്നാലും ഇവിടെ ചോര ഒഴു. ചോരയെങ്കിൽ ചോര. അമ്പിളി ഇറക്കി വിടല്. എന്താ കത്തി കാണിച്ച് പേടിക്കുന്നു. അയ്യോ വേണ്ട, എന്റെ പേരിൽ ഇവിടെ ചോര ഒഴിക്കണ്ട. എനിക്ക് എന്റെ അച്ഛനെ എന്തോ വലുത്. അച്ഛനില്ലാത്ത എനിക്കെന്തിനാ? അവനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് വിചാരിച്ച് നിങ്ങൾ ജയിച്ചെന്ന് വിചാരിക്കണ കേട്ടാ. കത്തിയും ചോരയും നമ്മളും കുറെ കണ്ടതാ. പിന്നെ അവർക്ക് ഈ വീട് വേണ്ടെന്ന് പറയുമ്പോ നമ്മൾ എന്താക്കാനാ? അതുകൊണ്ടാ ഇല്ലാത്ത ബന്ധവും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ബിരീസുകൾ. മോളെ, അനക്ക് നമ്മളെ വീട്ടിൽ താമസിക്കുക. വേണ്ട, എന്നെ നിർബന്ധിക്കരുത്. അമ്പിളി, എങ്ങോട്ട് പോന്നു? എനിക്കറിയില്ല. എനിക്കൊരു കൊച്ചു വീടുണ്ട്. എന്റെ അനുജത്തി മാത്രമേ അവിടെയുള്ളൂ. ഒരു വഴി കണ്ടുപിടിക്കുന്നവരെ അമ്പിളിക്ക് അവിടെ വന്ന് താമസിച്ചൂടെ? ഞാൻ എന്തിനും ബുദ്ധിമുട്ടാവുന്നു? ബുദ്ധിമുട്ടോ? അമ്പിളി വരികയാണെങ്കിൽ എനിക്കതിൽ പോലും ഒരു സന്തോഷമില്ല. ചേച്ചി, ഇവിടെ തണുത്ത കാറ്റാണ്. കുഞ്ഞിനെ അകത്തോണ്ടേ കിടത്തേ. ചേട്ടാ, എന്താ സല്ലേ? ഞാൻ കട വരെ പോകാണ്. ഞാൻ വരുന്നൊരു ചേട്ടൻ എങ്ങും പോരുത്. ഇവിടെ ചേച്ചിയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. വലിയൊരു അമ്മയുടെ ഭാവമാണ് അവക്ക്. ഒരു അനുജത്തിയുടെ സ്നേഹം ഞാൻ ഇപ്പോഴാണ് അനുഭവിച്ചറിയുന്നത്. അമ്പിളി, കുറേ ദിവസങ്ങളായി ഞാൻ അമ്പിളിയോട് കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താണ്? പറയുമ്പോ അമ്പിളിക്ക് വിഷമം തോന്നുന്നു? ഇല്ല. കൊച്ചിലെ മുതലേ അമ്പിളി എനിക്കിഷ്ടമായിരുന്നു. പ്രായമായപ്പോൾ ഞാൻ മനസ്സിൽ വെച്ച് ആരാധിച്ചു. ഒറ്റക്കൈനായതുകൊണ്ട് അമ്പിളിയെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഞാൻ തുറന്നു പറഞ്ഞില്ല. ചേട്ടൻ ഒരു കയ്യേ ഉള്ളൂ എന്നത് ഒരു അയോഗ്യതയായി ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഞാൻ സമ്മതിക്കുമായിരുന്നല്ലോ. എന്നാൽ ഞാൻ അമ്പിളിയെ കല്യാണം കഴിക്കട്ടെ? ഇനിയോ? ആ. അത് വേണ്ട ചേട്ടാ. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയായി ഇനിയൊരു വിവാഹ ജീവിതം എനിക്ക് സാധ്യമല്ല. ഈ കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്തിയെടുക്കണമെന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും. ചേട്ടൻ എന്നും എന്റെ കുഞ്ഞിന്റെ അമ്മാവനായിരിക്കണം. നമസ്കാരം. നമസ്കാരം. അമ്പിളിമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആ, ഇത് പ്രൊഡ്യൂസർ മോഹൻ സാർ. എന്റെ പടത്തിൽ അമ്പിളിയെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞാനിപ്പോൾ പാടാറില്ല. അയ്യോ, ഇത് നല്ല കമ്പനിയാണ്. പൗലോചനുമായിട്ടുള്ള കൂട്ടുകെട്ട് എല്ലാം വിട്ടു. രഘുനാഥൻ മാസ്റ്ററാണോ മ്യൂസിക്? അല്ല, മാസ്റ്റർ ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല. എപ്പോഴും ദേഷ്യ. വരുന്ന പ്രൊഡ്യൂസർമാരെ മുഴുവൻ മടക്കി അയക്കും. പിന്നെ ശുദ്ധ സംഗീതം വേണമെന്നുള്ളവര് ഇപ്പോഴും മാസ്റ്ററെ കൊണ്ട് തന്നെ ജയിപ്പിക്കും. എങ്ങനെ ഇരുന്ന മാസ്റ്റർക്ക് എന്ത് പറ്റിയെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അമ്പിളിയെ കൊണ്ട് തന്നെ പാടിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. ക്ഷമിക്കണം, എന്നെ നിർബന്ധിക്കരുത്. എന്നാ പോകാം. ശരി.
ഇനി നാളെ പഠിക്കാം. ഇന്നത്തെ പാട്ടുപിടുത്തം കഴിഞ്ഞു? കഴിഞ്ഞു. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താണ്? 1 മാസത്തെ ശമ്പളം ഞാൻ അഡ്വാൻസായി വാങ്ങിച്ചിട്ടുണ്ട്. ഓ, അതൊന്നും സാരമില്ല. എന്റെ മകനെ വളർത്തി ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയാ ഞാൻ രാപകലില്ലാതെ നടന്ന് ട്യൂഷൻ എടുക്കുന്നത്. എന്നിട്ടും ആവശ്യത്തിന് തികയുന്നില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ 1 മാസത്തെ ശമ്പളം കൂടെ അഡ്വാൻസായി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അതിനെന്താ, തരാമല്ലോ. മോനെ, മോനെ പൂവ് തമ്പുരുവിന്റെ മുകളിൽ വെച്ച് തൊഴണേ. ഇരിക്കും മോനെ. മോനെ, അമ്മ പാടുന്ന പോലെ പാടണം. ആ സാ 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 പാട്. ആ പാട് മോനെ, പാട്. സാ നന്നായി വരും കുട്ടികളെ, നന്നായി വരും. ചൊവ്വാഴ്ച വൈകിട്ട് ഗുരുവായൂർ വെച്ച് അരങ്ങേറ്റം. ടീച്ചറും മകനെയും കൂട്ടി വരണം. ടീച്ചറെന്താ ഒന്നും മിണ്ടാത്ത? വരണം. വരാം കുട്ടികളെ, വരാം. മാസ്റ്ററുടെ പരിചയക്കാരായ പ്രൊഡ്യൂസർമാർ പോലും മാസ്റ്ററെ മ്യൂസിക് ഡയറക്ഷന് വിളിക്കാത്ത ഈ ചുറ്റുപാടിലാണ് ഞാൻ എന്റെ പടത്തിന് മാസ്റ്ററെ വെച്ചത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു. അതില്ല, നിങ്ങൾ ഞാനിട്ട ട്യൂണ് പാടാൻ പറ്റിയ പാട്ടുകാരൻ കൊണ്ടു തരൂ. രവി പാടില്ലെന്നാണോ മാസ്റ്റർ പറയുന്നത്? നിങ്ങൾ എഴുതിയ ഗാനം അയാൾ പാടിയേക്കും, പക്ഷേ ഞാനിട്ട ട്യൂൺ അയാൾ പാടില്ല. അതായത് സ്വരം ഭേദപ്പെടുത്തി പാടേണ്ട പാട്ടാണ്. സ്വരഭേദം പാടാൻ സാധാരണ പാട്ടുകാരെ കൊണ്ട് സാധിക്കില്ല. സംഗീതം മുറപ്രകാരം അഭ്യസിച്ചവർക്ക് സ്വരഭേദം പാടാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രവിക്ക് ഈ പാട്ട് പാടാൻ കഴിയില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കരുത് മാസ്റ്ററെ? അതിനെന്താ, നാളെ തന്നെ വെച്ചോളൂ, ഞാൻ വരാം. രവി, നിങ്ങളിത് മുഴുവൻ പാടാവുന്നില്ല. നമുക്കിത് 2 ബിറ്റായിട്ട് എടുക്കാം. ആദ്യം സ്വരം ഭേദപ്പെടുത്തിയ ഭാഗം മാത്രം പാടൂ. സ്റ്റാർട്ട്. കട്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ രാജു വന്നിട്ടുണ്ട്. രാജു എന്റെ അസിസ്റ്റന്റ് അടുത്തേക്ക് ഉള്ളൂ, പാട്ട് പറഞ്ഞു തരും. ശരി മാസ്റ്റർ. റെഡി മാസ്റ്റർ, നോക്കാം. ഒന്ന് പാടാൻ പറയൂ. പാക്കപ്പ്. ഷോ മാസ്റ്റർ, എന്നെ വിഷമത്തിലാക്കരുത്. മറ്റന്നാ ഷൂട്ട് ചെയ്യാനുള്ള പാട്ടാണിത്. അതുകൊണ്ട് പാടാൻ അറിയാത്തവരെ കൊണ്ട് ഞാൻ പാടിക്കണം? എനിക്ക് സാധ്യമല്ല. ആർട്ടിസ്റ്റിന്റെയും ഡയറക്ടറെയും കാൾഷീറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റന്നാ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് അവരുടെ കാൾഷീറ്റ് കിട്ടുകയില്ല. അതിന് ഞാൻ എന്ത് വേണം? എങ്ങനെയെങ്കിലും എടുത്തെന്നാ മതിയോ? മാസ്റ്റർ, ഇവിടെയുള്ള ഒരു പാടത്തേക്ക് വിധം ആ ട്യൂൺ ഒന്ന് മാറ്റണം. എന്നെ അതിന് കിട്ടില്ല. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്യൂണാണത്. പാടാനാണ് കിട്ടാത്തതുകൊണ്ട് അത് മാറ്റണമെന്ന് പറയുന്നത് ക്രൂരമാണ്. നിങ്ങൾ എന്റെ സ്ഥിതി മനസ്സിലാക്കാഞ്ഞിട്ടാ പലിശയ്ക്ക് പണമെടുത്താ ഞാൻ പടം പിടിക്കുന്നത്. മിസ്റ്റർ മാധവൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ആ ട്യൂണ് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ എന്ത് വേണം ചെയ്തു. എനിക്ക് വേറെ മ്യൂസിക് ഡയറക്ടറെ കിട്ടാത്തതുകൊണ്ടല്ല, നിങ്ങൾ എന്റെ സ്നേഹിതരായതുകൊണ്ടാണ്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആളെ വെച്ചാൽ നിങ്ങളുടെ പ്രസ്റ്റീജ് ആണ് തകരുന്നത്. അത് നിങ്ങൾ ഓർക്കണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മാസ്റ്റർക്ക് ഇഷ്ടമുള്ള ആരെ വെച്ച് വേണമെങ്കിലും പാടിച്ചു. പക്ഷെ എനിക്ക് നാളെ പാട്ട് കിട്ടണം. ഇല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ വേറെ മ്യൂസിക് ഡയറക്ടറെ വെച്ച് റെക്കോർഡ് ചെയ്യും. May I come in, sir? Yes.
എന്താണ്? സിനിമയിൽ പാടാൻ ഒരു സന്ദർഭം തരണം. പാടാനെന്നും പറഞ്ഞ് ഒരുങ്ങിക്കിട്ട് നടക്കുകയാണ് ഓരോരുത്തന്മാര്. ഒരുത്തനെങ്കിലും ശബ്ദശുദ്ധിയില്ല, രാഗവും താളം അറിയില്ല. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. ഞാൻ സംഗീതത്തിൽ അറിവ് നേടിക്കൊണ്ടാണ് മാസ്റ്റർ അടുത്ത് വന്നത്. നല്ല മനസ്സുണ്ടെങ്കിൽ പാടിച്ചാ മതി. സ്വരഭേദം പാടാമോ? പാടാം. ഹലോ, ആരെ ആരെ എന്താണ് മാസ്റ്റർ? നാളെ റെക്കോർഡിംഗ് വെക്കാനോ? ഉടൻ തന്നെ ഏർപ്പാട് ചെയ്യാം. ശരി മാസ്റ്റർ. നമസ്കാരം. ഓർക്കസ്ട്രയൊക്കെ നേരത്തെ റിഹേഴ്സൽ വെച്ചിട്ടില്ലേ? അതെ. എനിക്ക് വേഗം ടേക്ക് എടുക്കണം. ശരി. പാട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാട്ടുകാരൻ വന്നില്ലല്ലോ മാസ്റ്ററെ. വരൂ, ഇതാണ് പാട്ടുകാരൻ. ടേക്കിന് റെഡി ആയിക്കോളൂ. വരൂ. ഷോ, മദ്രാസിനെ അറിയപ്പെടുന്ന പാട്ടുകാരെ മുഴുവൻ പരിഹസിച്ചിട്ട് പാടിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനത്തിനെ കേട്ടില്ലേ? ഇതിനൊക്കെ തുള്ളാൻ നിൽക്കുന്ന എന്റെ വേണം തല്ല. ഇതെന്ത് ഭ്രാന്താ? ഈ കുടുംബത്തിന് എവിടെ പാടാനാ? ഇതെന്താ പിള്ളേര് കളിയോ? ചുമ്മാ ടൈം വേസ്റ്റ് സാർ. എന്റെ തലവിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് പാട്ടെടുക്കാം സാർ, ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങും. രവിക്കൊന്നേ, താൻ പോയി ജഗദീശ് മാസ്റ്ററെ കൂട്ടിക്കൊണ്ട് വരണം. പാടാൻ വിശ്വനെ ഏർപ്പാട് ചെയ്യും. ശരി സാർ. രഘുനാഥ് മാസ്റ്റർ ഈ നേരം പോക്ക് കഴിഞ്ഞാൽ ഉടൻ മ്യൂസിക് മാറ്റി വിശ്വനെ കൊണ്ട് ഇന്ന് തന്നെ നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്യണം. അതാ നല്ലത്. എങ്കിലേ കാര്യം നടക്കൂ. റെഡി? യെസ്. ടേക്ക് എടുക്കാം. സ്റ്റാർട്ട്. ഓക്കെ. മാസ്റ്റർ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും മനോഹരമായി നീ പാടി. മാത്രമല്ല, എന്റെ മാനം രക്ഷിക്കുകയൂടെ ചെയ്തു. നീ ആരാണെന്ന് ചോദിക്കാൻ പോലും ഞാൻ മറന്നുപോയി. അവൻ അങ്ങയുടെ മകൻ തന്നെയാണ് മാസ്റ്റർ. അമ്പിളി, ഇവൻ നമ്മുടെ മകനാണ്. ഇവനെ ഒരു നല്ല പാട്ടുകാരനാക്കി അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ള തപസ്യയിലായിരുന്നു ഞാൻ. എന്റെ ആഗ്രഹം നിറവേറി. ഒടുവിൽ എന്റെ മകൻ തന്നെ വന്നു എന്റെ മാനം രക്ഷിക്കാൻ. അമ്പിളി എന്നോട് മധുരമായി പകരം വീട്ടി. വരട്ടെ മാസ്റ്റർ.